എന്തറിഞ്ഞിട്ടാ ശ്രീ ഇങ്ങനെ എതിർക്കുന്നത്? ആ ചിത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഇതെന്ത് മനസ്സിലാക്കാനാ? രാജ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു ഡ്രീം പെയിന്റിംഗ്, ലേഡി അറ്റ് ബാത്തിന്റെ ക്ലൈമാക്സ്. കുളിച്ചിട്ട് വരുന്ന തമ്പുരാട്ടി കൊട്ടാരത്തിന്റെ മുന്നിലെത്തുമ്പോ കയ്യിലിരുന്ന കച്ച താഴേക്ക് വീഴുന്നു. അതെടുക്കാനായി കുനിയുമ്പോ തമ്പുരാട്ടിയുടെ മേൽമുണ്ട് അഴിയുന്നു. പിന്നെ അഴിഞ്ഞു വീണ മേൽമുണ്ട് വാരി പുണർന്നുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ആരുടെയോ വിളി ശ്രദ്ധിക്കുന്ന തമ്പുരാട്ടി. ഈ ചിത്രം രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വലിയ കലാകാരന് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കാൻ മറ്റൊരു കലാകാരൻ എത്തിയിരിക്കുക. ശില്പ, രവിവർമ്മയുടെയും സായിപ്പിന്റെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ നീ നിന്നു കൊടുക്കുമ്പോൾ കൈവിട്ടു പോകുന്നത് നമ്മളുടെ സ്വപ്നങ്ങളും ജീവിതമാണ്. അത് നീ മറക്കണ്ട. ഞാൻ സുധർമ്മൻ, കിളിമാനൂർ കൊട്ടാരവുമായി ബന്ധമുള്ള ചിത്രകാരനാണ്. എന്താ ഇവിടെ? രാജാ രവിവർമ്മയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനിടയിൽ സുഗന്ധി എന്നൊരു മോഡലിനെ പരിചയപ്പെട്ടിരുന്നു. അവളും നിങ്ങളെപ്പോലെ സുന്ദരിയായിരുന്നു. നിങ്ങൾ കാര്യം പറയൂ. പറയാം. പടം വരയ്ക്കുന്നതിനിടയിൽ രവിവർമ്മ അറിയാതെ സുഗന്ധിയുമായി പ്രണയത്തിലായി. അവൾക്കും വർമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യെന്നായി. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നത്? ഇന്നലെ കൊട്ടാരത്തിൽ വന്ന കീഴ്പ്പാടം തിരുമേനിക്ക് ഒരു ദർശനമുണ്ടായി. എന്ത് ദർശനം? മറ്റൊരു സുഗന്ധിയെയും രവിവർമ്മയെയും തിരുമേനി കണ്ടു. എവിടെ കണ്ടു? കീഴ്പ്പാടത്തിന് ഒരിക്കലും തെറ്റാറില്ല. കണ്ടത് ഇവിടെയാണ്, എന്റെ കൺമുന്നിൽ. മറ്റൊരു സുഗന്ധിയും രവിവർമ്മയും. എന്താ എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? മറ്റൊരു സുഗന്ധിയും രവിവർമ്മയുമാകാൻ താല്പര്യമുണ്ടോ? ഒന്നുകൂടി അറിഞ്ഞോ, പ്രണയബദ്ധരായ സുഗന്ധിക്കും രവിവർമ്മയ്ക്കും ഇടയ്ക്കെവിടെയോ വെച്ച് വഴിപിരിയേണ്ടി വന്നു. Are you interested, Mr. Fabry? അന്ന് സുഗന്ധിയും രവിവർമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് ശില്പയും ഫാബ്രിയും. വരൂ. എന്താണെങ്കിലും പറഞ്ഞോളൂ. കൊട്ടാരത്തിൽ ചില ശകുനങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞത് ശരിയായിരിക്കാം. ഇയാളുടേത് ഒരു പ്രത്യേകതരം ജാതകമാണ്. ചില സാമ്യങ്ങൾ. ഈ ജാതകം ഞാൻ കീഴ്പ്പാടം തിരുമേനിയെ ഏൽപ്പിക്കാം. എന്തെങ്കിലും കുഴപ്പം? മുകളിൽ ഒരാളില്ലേ, എല്ലാം അതുപോലെ നടക്കൂ. പിന്നെ മണ്ണൂർ മുരളീധര പണിക്കരെ വിളിച്ച് ഞാൻ പറയാം. ഒരു ഹോമം നടത്തണം. ഹോമം? ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരം പുരുഷായ പരാത്മനെ സ്വാ. ഇനി എഴുന്നേൽക്കാം, എല്ലാം മംഗളാവും. Look at that star, that one over there. Hey, it's beautiful. And that star is just like you. Excuse me, ഞാൻ ജോർജ് വിലങ്ങപ്പാറ, ഒരു പെയിന്ററാണ്. Hi. Hello. ഹലോ. നിങ്ങളെ കുറിച്ച് കൊട്ടാരത്തിൽ നിന്നാണ് ഞാൻ കേട്ടത്. പിന്നെ കീഴ്പ്പാടം തിരുമേനിയും പറഞ്ഞു. ഇത് ഞാൻ വരച്ച പെയിന്റിങ്ങുകളാണ്. ഇതിലൊന്ന് നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഞാൻ വന്നത്. അതെയോ? Oh, beautiful. സൂക്ഷിച്ച് Oh wow. നോക്കിക്കോളൂ. Nice. Really wonderful.
want to tease you. I want to please you. I want to show you. Shilpa. Hey, Shilpa, what happened? വേണ്ട, മനസ്സിലായി നിങ്ങളുടെ തനി സ്വഭാവം. ആരാ അവള്? ആ മദാമ. Oh, she was my girlfriend in Italy. എത്ര നിസ്സാരമായി പറഞ്ഞു ഗേൾ ഫ്രണ്ട് എന്ന്. We lived together 1 year. അത് ശരി. അപ്പൊ ഒന്നിച്ചായിരുന്നു താമസം. എന്നിട്ടാണോ നിങ്ങൾ എന്റെ മുന്നിൽ പ്രണയ നാടകം കളിച്ചത്? നാണമല്ലേ നിങ്ങൾക്ക്? No. Please, cool down, Shilpa. മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ച നിങ്ങൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. We were only friends. പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ചുംബിക്കുന്നതും കിടപ്പറ പങ്കെടുത്തതോടെ ഫ്രണ്ട്ഷിപ്പ്. It's normal in Europe. It's normal. നമുക്ക് പിരിയാം. I cannot admit your culture. Hey, Shilpa, no. It's normal in Europe. Please, Shilpa, please. No, Shilpa, she's only my friend, but you're going to be my wife. ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് വെറും സ്വാഭാവികം മാത്രമാണ് എന്ന് കരുതി അവർ കല്യാണം കഴിച്ചോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ മദാമ്മ ഫാബ്രിയുടെ വെറും ഒരു കൂട്ടുകാരി മാത്രമായിരിക്കാവുന്നേ. അപ്പൊ അയാൾ ചെയ്തൊന്നും തെറ്റില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? മോളെ, നമ്മൾ ഈ കേരളത്തിൽ പെണ്ണ് കാണാൻ പോകുന്ന പോലെ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് കാർന്നവന്മാരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒന്ന് നോക്കി നിന്നിട്ട് നേരെ കല്യാണ പന്തലിലേക്ക് പോകുന്ന ഏർപ്പാടൊന്നും സായിപ്പന്മാർക്കില്ല. ആദ്യം ഒരു കൂട്ടുകാരാവും. അങ്ങനെ കൂടി ഒരു വർഷമൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിച്ചു നോക്കും. ആ പരീക്ഷണവും ഒരു വർഷത്തോളം നീളും. അത് കഴിഞ്ഞ് അവർ കല്യാണത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ കൊച്ചിയിലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാൾ ഒരു രണ്ടാം കെട്ടുകാരനായിട്ട് കാണാൻ കഴിയുള്ളൂ. Hi, Shilpa. Hey, Shilpa. ഇത് ഇറ്റലി അല്ല. എനിക്ക് നിങ്ങളുടെ രീതികളായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. I told you. Please try to understand me. ഇറ്റലിയിലെ ആ പെൺകുട്ടിയെ പ്രണയിച്ച നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് പ്രണയം. നാളെ അത് മറ്റൊരു പെൺകുട്ടിയോട് ആവില്ലെന്ന് എന്താണ് ഉറപ്പ്? Shilpa. എനിക്ക് നഷ്ടപ്പെട്ടത് പോയിക്കോട്ടെ, പക്ഷെ ഒരു മലയാളി പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. Shilpa, please. ഓടിയോടുന്നു. ചൂടുള്ള വാർത്ത. ദമയന്തിയെ കാണാനില്ല. നല്ല പീഡന കേസായിരിക്കും. ആരാണ് ദമയന്തി? വല്ല സീരിയൽ നടിയാണോ? അത് ഇന്ന് പത്രത്തിന് നല്ല ചെലവായിരിക്കുമല്ലോ. ഒരെണ്ണെടുത്താ ഏത് നടിയാന്ന് നോക്കട്ടെ. വല്ല 35-40 ആയിരിക്കും. അയ്യോ സാറേ, ഇത് സീരിയൽ നടിയൊന്നുമല്ല. രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ഒരു പെയിന്റിങ്ങിന്റെ പേരാ ദമയന്തി. ഓഹോ, അങ്ങനെ. കൊട്ടാരത്തിൽ നിന്നും പെയിന്റിംഗ് മോഷണം പോയി. അത് ശരി. അപ്പൊ ഒരു പണി നീ തന്നെ വായിച്ചു. അയ്യോ സാറേ, നമുക്ക് പോവാം. നമ്മുടെ ഭരണകാലത്ത് എന്തൊക്കെയാണോ നടക്കുന്നേ? വിഗ്രഹ മോഷണം, സ്വർണ്ണക്കട കൊള്ള, ATM കവർച്ച, വന്നിപ്പോ രവിവർമ്മ ചിത്രം വരെ മോട്ടിക്കാൻ തുടങ്ങിയിരിക്കുക. കൊട്ടാരത്തിൽ നിന്ന് ഇപ്പൊ മുഖ്യന്റെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അതിന് ആഭ്യന്തരം എനിക്കല്ലല്ലോ. അല്ല, ആഭ്യന്തരമന്ത്രി എന്താ ഏതാണ്ട് കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു.
എത്രയും പെട്ടെന്ന് തൊണ്ടി കണ്ടെത്തും. ഓ, തൊണ്ടി കണ്ടെത്തും. എടോ, ഇതങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. ഇത് കൊട്ടാരവുമായി ബന്ധപ്പെട്ട കേസാ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ മുഖ്യമന്ത്രി തന്നെ ചെന്ന് പടം വരച്ച് കൊടുത്തേരെ. വരച്ചു കൊടുക്കൂടൂ. പക്ഷേ മുഖ്യമന്ത്രി അല്ല, സാക്ഷാൽ രവിവർമ്മ തന്നെ. രവിവർമ്മയോ? ആ, രവിവർമ്മയെ പോലെ രവിവർമ്മ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ഇറ്റാലിയൻ പെയിന്റർ. എന്തോന്നായുള്ള പേര്? ലാറിയെന്നോ ബെക്കറെന്നോ? ലാരിയും ബെക്കറൊന്നും അല്ല സർ, ലോറൻസ് ഓഫ് ഫാബ്രിക്. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു മോഡലിനെ വെച്ച് അയാൾ പുനർജനിപ്പിച്ച രവിവർമ്മ ചിത്രങ്ങൾക്ക് അന്തർദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ വിളിക്കടോ അയാളെ. അയാളെ കൊണ്ട് ഈ ദമയന്തി ചിത്രം പുനർജനിപ്പിച്ച് കൊട്ടാരത്തിൽ വയ്ക്കും. ആ, വെറുതെ ഇറ്റലി കിടക്കുന്ന ആളെ വിളിച്ചു വരുത്തി ചെല്ലും ചെലവും കൊടുത്ത് ഖജനാവിലെ കാശ് മുടിപ്പിക്കണോ? ഇതൊക്കെ നമ്മുടെ പോലീസുകാരങ്ങ് നോക്കിക്കോളും. പോലീസ് നോക്കിക്കോട്ടെ, നോക്കി നിന്നോട്ടെ. പക്ഷേ സായിപ്പ് ചിത്രം വരയ്ക്കും. സർ. ഓ, വെൽക്കം സർ. നമസ്കാരം. പ്ലീസ് കം. Hari. Now I welcome Miss Shilpa, the tour manager, to come forward. No. No. Come on, start. This is my place. Do you want to spoil my peace of mind? Okay? ഫോട്ടോ എടുത്തോണ്ട് നിൽക്കാതെ പോയി പെട്ടെടുക്കാൻ നോക്ക്.